ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. ഹോം വോട്ടിംഗ് പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമായി. വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രം. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തെ ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. ഡിജിറ്റൽ രീതിയിൽ 2 ഘട്ടങ്ങളായാണ് സെൻസസ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബാങ്കിംഗ് മേഖലയെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക, LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. രാജ്യത്ത് രാസവള ശേഖരം മതിയായ അളവിലുണ്ടെന്നും യൂറിയ പ്ലാന്റുകൾ 80% ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും കേന്ദ്ര രാസവള വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. LDFന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. UDFനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. NDAയ്ക്കായി BJP നേതാവ് ഖുശ്ബു സുന്ദർ ഇന്ന് ഹരിപ്പാട്, കുന്നത്തൂർ തുടങ്ങിയ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. 3 മുന്നണികളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോം വോട്ടിങ്ങിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ജനകീയവും സൗകര്യപ്രദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് ഹോം വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്നത്. ഒരു റിപ്പോർട്ട്. വോട്ടർ പട്ടികയിൽ 85 വയസ്സിന് മുകളിൽ പ്രായമായവർ, ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള 12D ഫോമിൽ അപേക്ഷിച്ചവർക്കാണ് ഹോം വോട്ടിംഗിനുള്ള പോസ്റ്റൽ ബാലറ്റ് ലഭ്യമാക്കുന്നത്. ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക മൊബൈൽ പോളിംഗ് ടീമിന്റെ മേൽനോട്ടത്തിലാണ് നടപടികൾ. പോളിംഗ് ഓഫീസർ, 2 അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോലീസ് എന്നിവരടങ്ങുന്ന സംഘം വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ സീൽ ചെയ്ത ബോക്സുകളിൽ ശേഖരിക്കും. നടപടികളിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുന്നതിനായി സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക കിറ്റുകൾ നൽകിയിരുന്നു. ഇതിൽ വീടുകളിൽ വോട്ട് ചെയ്യിക്കാൻ പോളിംഗ് ടീം എത്തുന്ന കൃത്യമായ സമയക്രമം, ടീമുകൾ സഞ്ചരിക്കുന്ന റൂട്ട് മാപ്പ്, മണ്ഡലത്തിലെ അംഗീകൃത ഹോം വോട്ടിംഗ് വോട്ടർമാരുടെ പട്ടിക എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമ ബംഗാളിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഏപ്രിൽ 23 ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് 23 വോട്ടെടുപ്പ്. പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പിന് 9 നാൾ മാത്രം ശേഷിക്കെ പ്രചാരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നടൻ വിജയ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് മുകുൾ വാസ്നിക് തുടങ്ങിയ പ്രമുഖർ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി പുതുച്ചേരിയിൽ നിന്നും ആകാശവാണി ലേഖകൻ ബിപിൻ എസ് നാഥ്. ഏപ്രിൽ 3-ാം തീയതി പുതുച്ചേരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപരിപാടിയിലും റോഡ് ഷോയിലും പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഏപ്രിൽ 6 കേന്ദ്രഭരണ പ്രദേശത്തെ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടിയെത്തുക. തമിഴ്നാട്ടിലെ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ നാളെ പുതുച്ചേരിയിൽ റോഡ് ഷോ നടത്തും. കേന്ദ്രമന്ത്രിമാരും പ്രചാരണത്തിനെത്തുമെന്ന് BJP വക്താക്കൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടുറാവുവും ICC സെക്രട്ടറി അഞ്ജലി ഹേമന്ത് നിംബൽക്കറും ഇന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി എത്തി. മുകുൾ വാസ്നിക് അടക്കമുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കൾ വരും നാളുകളിൽ എത്തിച്ചേരും. CPM പോളിറ്റ് ബ്യൂറോ അംഗം K. ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിനായി പുതുച്ചേരിയിൽ എത്തിച്ചേരുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ഓൾ ഇന്ത്യ, NR കോൺഗ്രസ്, DMK തുടങ്ങിയ കക്ഷികൾക്കായി പ്രാദേശിക നേതാക്കൾ തന്നെയാണ് മുഖ്യമായും പ്രചാരണം നയിക്കുന്നത്. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപ്പാക്കുക. രാജ്യത്തെ 16ാമത് സെൻസസും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസുമാണിത്. ഡിജിറ്റൽ രീതിയിലായിരിക്കും സെൻസസ് നടപ്പാക്കുകയെന്ന് ഇന്ത്യൻ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുമായ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. जनगणना की तैयारियां अब अग्रिम अवस्थाएं पहुंच चुकी है और अब से कुछ एक दिन में ही फील्ड का कार्य प्रथम चरण प्रारंभ होने जा रहा है. जनगणना एक बृहद कार्य है. इसमें केंद्रीय स्तर पे और राज्यों के स्तर पे, संघ शासित प्रदेशों के स्तर पे विशद तैयारी चलती है. जनगणना 2 चरणों में संपन्न होती है और इस बार आंकड़ों का संग्रह डिजिटल माध्यम से किया जाना है.
മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള വിവരശേഖരണത്തിന് പുറമെ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ നൽകാനാകുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടികപ്പെടുത്തലും സ്വയം പേര് ചേർക്കലും നടക്കും. ജാതി സെൻസസ് രണ്ടാം ഘട്ടത്തിലായിരിക്കും നടക്കുക. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര സായുധ പോലീസ് സേന ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചു. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ശബ്ദ വോട്ടോടെ പാസാക്കി. നടപടി സംബന്ധമായ കാലതാമസങ്ങളും വ്യാഖ്യാന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനാണ് 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ചെയ്ത് പുതിയ ബിൽ കൊണ്ടുവന്നത്. രാജ്യത്ത് നക്സലിസത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ലോക്സഭയിൽ ഇന്ന് ചർച്ചകൾ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഇന്ധനവില ഉയരാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള LPG വിതരണവും ഗതാഗത ആവശ്യങ്ങൾക്കുള്ള CNG വിതരണവും 100% ഉറപ്പാക്കിയതായും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. हमारी रिफाइनरीज नॉर्मल ऑपरेशन पर हैं और क्रूड इन्वेंट्रीज एडिक्वेट हैं. कुछ रिटेल आउटलेट्स पर नॉर्मल ऑपरेशन है, परंतु कुछ रिटेल आउटलेट्स पर पैनिक बाइंग भी ऑब्जर्व की जा रही है. इस संबंध में मैं ये बताना चाहूंगी देशवासियों को कि पेट्रोल और डीजल हमारे पास पर्याप्त मात्रा में उपलब्ध है. രാജ്യത്ത് രാസവള ശേഖരം മതിയായ അളവിലുണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര രാസവള വകുപ്പ്. രാജ്യത്തെ യൂറിയ ഉൽപ്പാദന കേന്ദ്രങ്ങൾ 80% ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ രാസവള വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വ്യക്തമാക്കി. രാജ്യത്തെ അമോണിയ യൂറിയ പ്ലാന്റുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന തരത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം നിഷേധിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇത്തരം തെറ്റായതും അടിസ്ഥാനരഹിതവുമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകി വരുന്നതായി എംബസി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം 1 മാസം പിന്നിടുമ്പോൾ മേഖലയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഇറാന്റെ അധീനതയിലുള്ള ഖാർഗ് ദ്വീപിലെ എണ്ണ ടെർമിനൽ പിടിച്ചടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. ബീഹാർ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായ നിതീഷ് കുമാർ നിയമസഭാ അംഗത്വം രാജിവെച്ചു. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തതിനെ തുടർന്നാണ് രാജി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള നിതീഷ് കുമാറിന്റെ രാജിയും ഉടനുണ്ടായേക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ചെന്നൈയെ ബാറ്റിംഗിന് അയച്ചു. ഗുവാഹത്തി സ്റ്റേഡിയത്തിൽ അല്പസമയം മുമ്പാണ് മത്സരം ആരംഭിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത നഷ്ടം. സെൻസെക്സ് 1635 പോയിന്റ് താഴ്ന്ന് 71,947-ലും നിഫ്റ്റി 488 പോയിന്റ് കുറഞ്ഞ് 22,331-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 1,80,720 രൂപയും ഗ്രാമിന് 13,590 രൂപയുമാണ് ഇന്നത്തെ വില. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയം നേടി ഇന്ത്യൻ താരങ്ങളായ ദീപക്കും പ്രീതി പവാറും. വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ കസാഖിസ്ഥാന്റെ എലീന ബെസറോവയ്ക്കെതിരെ 5-0 ഏകപക്ഷീയ വിജയം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. ഹോം വോട്ടിംഗ് പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമായി. വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രം. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. ഡിജിറ്റൽ രീതിയിൽ 2 ഘട്ടങ്ങളായാണ് സെൻസസ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബാങ്കിംഗ് മേഖലയെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. രാജ്യത്ത് രാസവള ശേഖരം മതിയായ അളവിലുണ്ടെന്നും യൂറിയ പ്ലാന്റുകൾ 80% ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും കേന്ദ്ര രാസവള വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.